ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് 36 സൂക്തങ്ങൾ നമ്മൾ സൂറത്തുൽ ഇസ്രായിൽ പഠിച്ചു കഴിഞ്ഞു. 37ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത്, ഭൂമിയെ പിളർക്കാൻ നിനക്കാവില്ല, പർവ്വതങ്ങളോളം ഉയരാനും അതിനെ പ്രാപിക്കാനും നിനക്ക് സാധിക്കുകയില്ല. അൽ മറഹ് എന്നാൽ വർദ്ധിച്ച സന്തോഷമെന്ന് അർത്ഥമുണ്ട്. എന്നാൽ അത് വിനയത്തോടെ ആകുമ്പോൾ സാധൂകരിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നടത്തവുമായി ബന്ധപ്പെടുത്തി പാടില്ല എന്ന കൽപ്പനയോടുകൂടി പറയുമ്പോൾ പരിധി വിട്ട അഹങ്കാരത്തോടെയും ധിക്കാരത്തോടെയുമുള്ള നടത്തമാവും അതിൻ്റെ ഉദ്ദേശം. ഭൂമിയിൽ അത്യാർഭാടത്തോടെ അഹങ്കരിച്ചു നടന്ന ഖാറൂനോട് അയാളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞത് വലാ തഫ്രഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഇവിടെ മറഹ്, ഫറഹ് അതുമായിട്ട് ബന്ധമുണ്ട്. അഥവാ മതിമറക്കല്ലേ എന്ന അർത്ഥത്തിലാണ്, നീ സന്തോഷിക്കല്ലേ എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ സന്തോഷവും മതിമറന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ പാടില്ലാത്തതാണ്. മതിമറക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അൽ ഖസസിലെ 76ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ മറഹൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ പറയുന്നു. ഇതിൽ അഹങ്കാരത്തെ നിരോധിക്കുകയും വിനയത്തെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മനുഷ്യൻ്റെ നടത്തവും ഭാവങ്ങളും അവൻ്റെ ആന്തരിക വിചാരങ്ങളുടെ ബഹിർ പ്രകടനങ്ങളാണല്ലോ. ഉള്ളിൽ അഹന്തയും അഹങ്കാരവും ഉണ്ടെങ്കിൽ അവൻ്റെ നടത്തത്തിലും ബാഹ്യ പ്രകടനത്തിലും അത് വ്യക്തമാകാതിരിക്കില്ല. എന്നല്ല, അത്തരക്കാർ നടത്തം തൻ്റെ നിഗളിപ്പിനും ഡംബ് കാണിക്കാനുള്ള അവസരമാക്കുകയും ചെയ്യും എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അത്യന്തം ശ്രദ്ധേയമായ ശൈലിയിലാണ് ഖുർആൻ അടുത്ത വാചകത്തിലൂടെ അത്തരക്കാരെ അടിച്ചിരുത്തുന്നത്. ഭൂമിയിൽ അഹങ്കാരത്തോടെ ബൂട്ട് ചവിട്ടി നടന്നതുകൊണ്ട് ഭൂമിയെ നിനക്ക് പിളർക്കാനാവില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇതിന് 3 തരം തഫ്സീറുകൾ മുഫസ്സിറുകൾ നൽകുന്നുണ്ട്. അതിലൊന്ന്, നിന്റെ അഹങ്കാരത്തോടു കൂടിയുള്ള നടത്തം കൊണ്ട് ഭൂമിയെ ചവിട്ടി പിളർക്കാൻ നിനക്കാവില്ല എന്ന അർത്ഥം തന്നെയാണ്. മറ്റൊന്ന്, ഭൂമിയെ പിളർന്ന് അതിനുള്ളിലുള്ള വസ്തുക്കൾ പുറത്തെടുക്കാനൊന്നും നിനക്ക് സാധിക്കില്ല എന്നതാണ്. മൂന്നാമത്തേത്, വിശാലമായ ഭൂമിയെ നീ എത്ര വിചാരിച്ചാലും നടന്നു തീർക്കാൻ സാധിക്കുകയില്ല എന്ന അർത്ഥവും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത്, പർവ്വതങ്ങളോളം പൊക്കം വെക്കാനും നിനക്കാവില്ല എന്ന ഒരു കാര്യമാണ്. അഥവാ നീ കഴുത്ത് നീട്ടി നെഞ്ചു വിരിച്ച് അഹങ്കരിച്ച് തല എത്ര ഉയർത്തിപ്പിടിച്ച് നടന്നാലും പർവ്വതങ്ങളോളം ഉയരം വെക്കാൻ നിനക്കാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പാദം കൊണ്ട് ഭൂമിയെ പിളർക്കാനോ തല കൊണ്ട് പർവ്വതത്തെ കീഴടക്കാനോ സാധിക്കാത്ത നിസ്സാരനായ അടിമയാണ് മനുഷ്യ നീ എന്ന ഓർമ്മ ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ താല്പര്യമെന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസികൾ നിർബന്ധമായും വെടിയേണ്ട ദുസ്വഭാവങ്ങളാണ് കിബിറും അഹന്തയും താൻ പോരിമയും ഒക്കെ. കടുകുമണിയോളം തൂക്കം കിബിർ, അഹന്ത, അഹങ്കാരം മനസ്സിലുള്ളവർ സ്വർഗത്തിൻ്റെ വാസന പോലും കേൾക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. കിബിർ കയറിയ മനസ്സുകളിൽ വിനയവും ഭയഭക്തിയും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ വിനീത ദാസന്മാരെന്ന ബോധം വിശ്വാസികളുടെ നടപ്പിലും പെരുമാറ്റത്തിലും വേണം. അതിൻ്റെ അർത്ഥം കുനിഞ്ഞ് നടക്കണം എന്നല്ല. തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോട് തന്നെയാണ് വിശ്വാസികൾ നടക്കേണ്ടത്. പക്ഷെ അത് അഭിമാനത്തിൻ്റെ നടത്തമാണ്. എന്നാൽ അഹങ്കാരവും ധിക്കാരവും നിഗളിപ്പും ഒട്ടുമേ അവരെ ബാധിച്ചുകൂടാ. ഇത് ഉള്ളു കേടാവരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉള്ളു കേടായാൽ നടത്തം പുറത്തുനിന്ന് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കേട് അത് പ്രകടമാകും, അത് അഹന്തയാകും, ധിക്കാരമാകും, അഹംഭാവമാകും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അറബികളുടെ നടത്തം മാന്യതയോടുകൂടി ആകണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം സ്വച്ഛാധിപതികളെ ധിക്കാരികളെയും മാർഗം
ശരിയല്ലെന്ന് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ സംസ്കാരം എന്താണെന്ന് ഇസ്ലാം മനുഷ്യരാശിയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മദീന ഇതിൻ്റെയൊക്കെ വലിയ പാഠശാലയായിരുന്നു. തിരുദൂതരുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ പിന്നീട് റോമയും പേർഷ്യയും യമനും ഒക്കെ കീഴടക്കിയെങ്കിലും ജീവിതത്തിൻ്റെ സർവ്വരംഗത്തും അവർ വിനയം കാണിച്ചു, ലാളിത്യം കാണിച്ചു. ജേതാക്കളായി കീഴടക്കപ്പെട്ട പട്ടണങ്ങളിൽ പ്രവേശിച്ചപ്പോൾ പോലും അവർ അഹങ്കാരമോ നാട്യമോ കാണിച്ചില്ല, ജനങ്ങളെ ഭീതിപ്പെടുത്തിയില്ല, അവർ അതിനൊന്നും ക്ഷമിച്ചില്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫീമുൽ ഖുർആനിൽ സയ്യിദ് മൗദൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു അധികാരമുണ്ടെങ്കിൽ, അല്പം പണമുണ്ടെങ്കിൽ, അവരുടെ നടത്തവും നോട്ടവും ഭാവവും ബോഡി ലാംഗ്വേജും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു വിലപ്പെട്ട മൊബൈലോ കാറോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ രൂപത്തിൽ നമുക്ക് അഹന്ത തോന്നിപ്പോകുന്നുണ്ടോ? നമ്മൾ ഫലസ്തീനിൽ നിന്ന് കൂടി ഇപ്പോൾ പാഠം പഠിക്കണം. ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ ഒരു വിജയ ശ്രീലാളിതരായി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ബന്ദികളുടെ മോചനം പോലും ഒരു വലിയ വിജയപ്രഖ്യാപനമാക്കി ഇസ്ലാമിൻ്റെ ഒരു ദഴവത്താക്കി മാറ്റാൻ ഫലസ്തീനിലെ പോരാളികൾക്ക് സാധിച്ചത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് 38-ാമത്തെ സൂക്തത്തിൽ കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ, ഈ സംഗതികളിൽ ഓരോന്നിൻ്റെയും ദൂഷ്യം നിന്റെ റബ്ബിങ്കൽ വെറുക്കപ്പെട്ടതാകുന്നു എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം മുകളിലെ ആയത്തുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കൽപ്പനകളും നിരോധങ്ങളുമാണെന്ന് ഏതാണ്ട് എല്ലാ മുഫസ്സിറുകളും പറയുന്നു. ഒരുപാട് സംഗതികൾ നമ്മൾ പറഞ്ഞു പോന്നു. ആ സംഗതികളിൽ ഓരോന്നും ദൂഷ്യം, കുല്ലു ദാലിക, ഓരോന്നിൻ്റെയും ദൂഷ്യം, പറയപ്പെട്ട എല്ലാറ്റിൻ്റെയും ദൂഷ്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം അള്ളാഹുവിങ്കൽ വെറുക്കപ്പെട്ടതാണ്, നിരോധിക്കപ്പെട്ടതാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക, ബന്ധുവിന് അവകാശം നൽകുക തുടങ്ങിയവയാണ് വന്നിട്ടുള്ള കൽപ്പനകൾ മുൻ ആയത്തുകളിൽ. മാതാപിതാക്കളോട് പരുഷമായി സംസാരിക്കാതിരിക്കുക, ദുർവ്യയം വെടിയുക, പിശുക്ക് കാണിക്കാതിരിക്കുക, ദാരിദ്ര്യം കൊണ്ട് മക്കളെ കൊല്ലാതിരിക്കുക, വ്യഭിചാരത്തോട് അടുക്കാതിരിക്കുക, അന്യായമായ വധം വെടിയുക, അനാഥയുടെ സമ്പത്ത് കവരാതിരിക്കുക, അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്താതിരിക്കുക, അറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ കൂടാതിരിക്കുക, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് വെടിയാൻ പറഞ്ഞ സംഗതികൾ. അപ്പോൾ ചെയ്യാൻ പറഞ്ഞ സംഗതികളുണ്ട്, വെടിയാൻ പറഞ്ഞ സംഗതികൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സൂറത്തിലൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോന്നും അതിൻ്റെ പരിധി വിട്ടു പോയാൽ അതിൻ്റെ ദൂഷ്യം വെറുക്കപ്പെട്ടതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. സൂക്ഷ്മമായി നമ്മൾ ഈ ആയത്തുകളെ പരിശോധിച്ചാൽ വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം തുടങ്ങി എല്ലാവരും ശ്രദ്ധിക്കേണ്ട അത്യന്തം മൗലികമായ ജീവിത മൂല്യങ്ങളാണ് സൂറത്തുൽ ഇസ്രായിലെ 23 മുതൽ 38 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു വിശ്വാസികളെയും മനുഷ്യരാശിയെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആത്യന്തികമായി ഓരോരുത്തരും ചിന്തിക്കേണ്ട, മാറ്റം വരുത്തേണ്ട, ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. അതാണ് നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അത് വെറും പാരായണത്തിനോ പഠനത്തിനോ ഗവേഷണത്തിനോ നമ്മുടെ ആത്മീയ സുഖത്തിന് വേണ്ടിയോ മാത്രമുള്ളതല്ല. അൽ ഖുർആനു ദസ്തൂറുന, ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ് എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് മനുഷ്യരാശി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയ ഈ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഭിന്നിപ്പ് ഉണ്ടായി വ്യതിചലിച്ചു പോയാൽ നാഥൻ്റെ അടുത്ത് വെറുക്കപ്പെട്ട സംഗതികളാണ് എന്ന് മാത്രമല്ല, അത്തരം സംഗതികൾ വീഴ്ചയാണ്. വീഴ്ച റബ്ബിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതിന് നല്ലതാണെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കും, ചീത്തയാണെങ്കിൽ അതിൻ്റെ ദുഷ്ഫലവും ലഭിക്കും എന്നുകൂടി സത്യവിശ്വാസികൾ ഈ ഘട്ടത്തിൽ ജീവിതത്തിലേക്ക് അടിവരയിട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് 39-ാമത്തെ സൂക്തത്തിൽ ദാലിക മിമ്മ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറ. നിന്റെ നാഥൻ നിനക്ക് ദിവ്യബോധനം നൽകിയ ജ്ഞാനമത്രേ ഇവ. നോക്കൂ, അള്ളാഹുവിൻ്റെ കൂടെ വേറെ യാതൊരു ആരാധ്യനെയും സ്വീകരിക്കരുത്. സ്വീകരിച്ചാൽ നീ അധിക്ഷിപ്തനും സർവ്വനന്മകളും വിലക്കപ്പെട്ടവനുമായി നരകത്തിൽ എറിയപ്പെടുന്നതാകുന്നു എന്നാണ്
ഗൗരവരൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നത്. മുൻ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള വളരെ വിലപ്പെട്ട സാൻമാർഗിക, ധാർമ്മിക, നാഗരിക തത്വങ്ങളിലേക്ക് തന്നെയാണ് ഇതിൻ്റെയും സൂചന. അതിൽ ചിലത് ചെയ്യണമെന്ന കൽപ്പനയാണെങ്കിൽ മറ്റു ചിലത് ചെയ്യരുത് എന്ന നിർദ്ദേശ കാര്യങ്ങളാണ്. ആ തത്വോപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ മുഖേന ഖുർആനിലൂടെ നൽകപ്പെട്ടതാണെങ്കിലും മൊത്തം മനുഷ്യർക്കുള്ളതാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇക്കാര്യം എല്ലാ മുഫസ്സിറുകളും സ്ഥിരീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മറ്റാരെയും പങ്കുചേർക്കരുത് എന്ന് ഇവിടെ ഒരു താക്കീത് പോലെ ഉണർത്തിയിരിക്കുകയാണ്. ഏകനായ നാഥനിൽ നിന്ന് ലഭിച്ച വിലപ്പെട്ട തത്വങ്ങൾ തൗഹീദിൽ അധിഷ്ഠിതമാണ്. പരസ്പര ബന്ധം അതിനുണ്ട്. അതിൽ മറ്റുള്ള ഏത് ഷിർക്കിൻ്റെ അംശം ചേർന്നാലും അതൊക്കെ ലക്ഷ്യം തെറ്റിപ്പോകും. തൗഹീദ് എന്ന് പറയുന്ന ഒരു കുടക്കീഴിലാണ് ഇതെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത്. പരലോകത്തിലാകട്ടെ ഇത് തെറ്റിച്ചാൽ കടുത്ത ശിക്ഷയാണ് നിങ്ങൾക്കുണ്ടാവുക. കാരണം ഭൂമിയുടെ ക്രമം അതുവഴി തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ നരകത്തിൽ എറിയപ്പെടും എന്ന് മാത്രമല്ല പറയുന്നത്, സർവ്വ നന്മകളും നഷ്ടപ്പെട്ടവനായി നരകത്തിൽ പ്രവേശിക്കപ്പെടും എന്നാണ്. മലൂമൻ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കപ്പെട്ടവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തത്തിൻ്റെയും ജനങ്ങളുടെയും അധിക്ഷേപമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെടുന്നുണ്ട്. മദ്ഹൂറൻ എന്നാൽ ആട്ടിയോടിക്കപ്പെട്ടവനായും എല്ലാ ഹൈറുകളിൽ നിന്നും അകറ്റപ്പെട്ടവനായും എന്ന് ബഗ്വി റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നുണ്ട്. തുടർന്ന് 40-ാമത്തെ സൂക്തത്തിൽ അഫ അസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീന വത്തഖദ മിനൽ മലായികത്തി ഇനാസ ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അളീമ. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പുത്രന്മാരാൽ അനുഗ്രഹിക്കുകയും തനിക്കു വേണ്ടി മലക്കുകളെ പുത്രിമാരായി സ്വീകരിക്കുകയും ചെയ്തു എന്ന വിശ്വാസം എത്ര വിചിത്രമാണ്. നിങ്ങൾ പറയുന്നത് ഗുരുതരമായ അപരാധം തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അറേബ്യൻ മുശ്രിക്കുകൾ മലക്കുകളെ ദൈവത്തിൻ്റെ പെൺമക്കളായി സങ്കല്പിച്ചിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അതേസമയം അവർക്ക് പ്രിയം ആൺമക്കളോടായിരുന്നു. പെൺകുട്ടികളെ നിന്ദ്യതയും അപമാനവുമായി കണക്കാക്കി ജീവനോടെ കുഴിച്ചു മൂടിയ കൂട്ടരാണ് അറബികൾ എന്ന കാര്യം നമുക്കറിയാം. എല്ലാവരും അല്ല. ദൈവത്തിന് മക്കളെ സങ്കല്പിക്കുക എന്നത് തന്നെ അവിവേകമാണ്, മര്യാദക്കേടാണ്. എന്നാൽ അവർക്ക് വേണ്ടാത്ത പെൺമക്കളെ, അവരുടെ ഭാഷയിലാണ് പറയുന്നത്, ദൈവത്തിന് ചാർത്തി കൊടുക്കുക എന്നത് വലിയ മര്യാദക്കേടാണ്. നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾക്ക് പുത്രന്മാരും ദൈവത്തിന് പുത്രിമാരും. ഇപ്പോൾ തത്വത്തിൽ നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പുത്രന്മാരാൽ അനുഗ്രഹിക്കുകയും തനിക്കു വേണ്ടി മലക്കുകളെ പുത്രിമാരായി സ്വീകരിക്കുകയും ചെയ്യുക എന്ന അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത്. എന്തുമാത്രം വിചിത്രമായൊരു സംഗതിയാണത്. നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ പറയുന്നത് വമ്പിച്ച നുണ തന്നെയാണ് എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. 41-ാമത്തെ സൂക്തത്തിൽ വലഖദ് സർറഫ്ന ഫീ ഹാദൽ ഖുർആനി ലിയദ്ദക്കറൂ വമാ യസീദുഹും ഇല്ലാ നുഫൂറ. ജനങ്ങൾ ബോധവാന്മാരാവേണ്ടതിനായി നാം ഈ ഖുർആനിലൂടെ പലവിധം യാഥാർത്ഥ്യം വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ അവർ സത്യത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സർറഫ്ന എന്നാൽ നാം പലവിധത്തിൽ വ്യക്തമാക്കി, വിശദീകരിച്ചു, ഉത്ബോധിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. പല ശൈലിയിൽ ബഹുവിധം ആവർത്തിച്ചു വിശദീകരിച്ചു എന്നൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഖുർആനിൽ വന്നിട്ടുള്ള പാഠങ്ങൾ, ഉദാഹരണങ്ങൾ, തത്വങ്ങൾ, ഉപദേശങ്ങൾ, നിയമങ്ങൾ, മുന്നറിയിപ്പുകൾ, സന്തോഷവാർത്തകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ശൈലിയിലുള്ള ഉത്ബോധനങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഈ സൂറത്തിൽ തന്നെ ഒട്ടേറെ തത്വങ്ങളും അടിത്തറകളും പറഞ്ഞ ശേഷമാണ് അല്ലാഹു ഇങ്ങനെ പറയുന്നത്. മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ ഉത്ബുദ്ധനാകട്ടെ എന്നതാണ് സൃഷ്ടിനാഥൻ്റെ ഉദ്ദേശ്യം. എല്ലാവരുടെയും ബുദ്ധിശക്തിയും ഗ്രാഹ്യശേഷിയും സ്വീകരണ മനസ്ഥിതിയും അനുഭവങ്ങളും ഒന്നല്ലല്ലോ. അതിനാൽ തന്നെ ഉത്ബോധനങ്ങളിലും ഖുർആൻ വൈവിധ്യങ്ങളും ശൈലീമാറ്റങ്ങളും അഭിരുചി ഭേദങ്ങളും ആവർത്തനങ്ങളും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ന്യായ പൂർത്തീകരണത്തിലെ നീതി കൂടിയാണ് ഈ കാര്യം. ഇതിൻ്റെ പേരിൽ നാളെ മനുഷ്യരെ വിചാരണയ്ക്ക് ഹാജരാക്കുമ്പോൾ ഞങ്ങൾ കണ്ടില്ല, കേട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾക്ക് തിരിഞ്ഞിരുന്നില്ല എന്നൊന്നും ആർക്കും പറയാൻ അവസരം ഉണ്ടാവുകയില്ല.
പക്ഷേ ഇതൊക്കെയായിട്ടും മനുഷ്യരിലുണ്ടായ പ്രതികരണമാണ് നുഫൂറ അഥവാ അകന്നുപോയി എന്നത്. പലവിധം ഉത്ബോധിപ്പിക്കുമ്പോൾ അവർ കൂടുതൽ അകന്നു പോവുകയാണ് ഉണ്ടായത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നു, പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് അശ്രദ്ധരാകുന്നു, അതോടൊപ്പം ഖുർആനിൽ നിന്ന് തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദേശങ്ങളിൽ നിന്ന് അവർ ബഹുദൂരം പിറകോട്ട് പോകുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ താല്പര്യമെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. 42-ാമത്തെ ആയത്തിൽ കുല്ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂൻ ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല. പ്രവാചകരെ അവരോട് പറയുക, അവർ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ കൂടെ വേറെയും ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദൈവങ്ങൾ തീർച്ചയായും സിംഹാസനത്തിൻ്റെ അധിപനായവൻ്റെ സ്ഥാനത്തെത്താൻ ശ്രമിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ഇലാഹുകളെ കൽപ്പിച്ചിരുന്ന ബൗദ്ധൈവ വിശ്വാസികളായ മക്ക മുശ്രിക്കുകളോട് ചോദിക്കാൻ അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ. നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ കൂടെ ഇതര ഇലാഹുകൾ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ സ്ഥാനത്തെത്താൻ ശ്രമിക്കുമായിരുന്നില്ലേ? ഇതിൻ്റെ ഒരു രൂപം സിംഹാസന അധിപൻ്റെ സ്ഥാനവും അധികാരവും മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഇതര ദൈവങ്ങൾ ശ്രമിക്കുമെന്നതാണ് ഒന്ന്. മറ്റൊരു രൂപം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ഭൂമിയിൽ രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ സിംഹാസനം ലഭിക്കാൻ അള്ളാഹുവുമായിട്ട് അവർ മത്സരവും യുദ്ധവും നടത്തില്ലേ എന്നാണ്. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു തൻ്റെ തഫ്സീറിൽ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സിംഹാസന അധികാരം തെറിപ്പിക്കുവാൻ മറ്റു ദൈവങ്ങൾ മത്സരം നടത്തുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുകളിൽ പറഞ്ഞിട്ടുള്ള വിശദീകരണം അനുസരിച്ച് ഇതര ഇലാഹുകൾ ഉണ്ടെങ്കിൽ സിംഹാസന അധിപന്റെ അടുത്ത് സാമീപ്യം നേടാനോ അല്ലെങ്കിൽ സിംഹാസനം തന്നെ തട്ടിപ്പറിക്കാനോ ദൈവങ്ങൾ തമ്മിൽ കടുത്ത മത്സരം നടക്കും എന്നതായിരിക്കും അതിൻ്റെ ഫലം. തഫ്ഹീമുൽ ഖുർആനിൽ സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: ദൈവത്തിൽ പങ്കാളികൾ ഉണ്ടാവുക എന്നതിന് രണ്ടിൽ ഒരു രൂപമാണ് ഉണ്ടാവുക. ഒന്നുകിൽ എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിൽ സ്വതന്ത്രരായിരിക്കുക, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ യഥാർത്ഥ ദൈവം, മറ്റുള്ളവരെല്ലാം അവൻ്റെ ദാസന്മാർ. ഒന്നാം രൂപത്തിൽ ദൈവങ്ങൾ പ്രവർത്തിച്ചാൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രപഞ്ചഘടന തകരും. രണ്ടാമത്തെ രൂപം ദൈവങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല, അടിമത്തം അവസാനിപ്പിച്ച് വലിയ ദൈവമാകാൻ അവർ പരിശ്രമിക്കും, അത് ലോകത്തിൻ്റെ നാശമായിരിക്കും. അത്തരം ഒരവസ്ഥയിൽ ഈ ലോകം നിലനിൽക്കുകയില്ല. ഏകനായ ഒരു ദൈവത്തിന് മാത്രമേ ഈ പ്രപഞ്ചത്തെ പ്രശ്നങ്ങളില്ലാതെ നയിക്കാൻ സാധിക്കൂ എന്നത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഖുർആനിൽ പറഞ്ഞതുപോലെ സിംഹാസനത്തിന് വേണ്ടി അടിപിടി കൂടുന്ന, അധികാര തർക്കമുണ്ടാകുന്ന കുറേ ദൈവങ്ങൾ ഒരിക്കലും ഈ പ്രപഞ്ചഘടനക്കോ മനുഷ്യൻ്റെ ജീവിതത്തിനോ മറ്റൊന്നിനുമോ പരിഹാരമല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. 43-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, സുബ്ഹാനഹു വ തആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറ. ഈ ആളുകൾ ജൽപ്പിക്കുന്നതിൽ നിന്നെല്ലാം പരിശുദ്ധനും അത്യുന്നതനുമത്രേ അള്ളാഹു. അള്ളാഹുവിന് പെൺമക്കളെ കൽപ്പിക്കുക, അവൻ്റെ കൂടെ വേറെയും ഇലാഹുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മഅദല്ലാ അത്യന്തം അബദ്ധജടിലമായ കാര്യങ്ങളാണ്. മുകളിലെ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ തൊട്ട് അള്ളാഹു സ്വയം വിടുതൽ പ്രഖ്യാപിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അവൻ ഇതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്, സുബ്ഹാനഹു എന്നാണ് ഒന്നാമതായി പറയുന്നത്. ഇവർ പറയുന്നതിൽ നിന്നെല്ലാം വളരെ ഉയരെയാണ് അള്ളാഹു ഉള്ളത്. മറ്റെല്ലാ കഴിവുകളോടെയും മഹോന്നതനാണ് അള്ളാഹു എന്നാണ് ഇവിടെ ചേർത്ത് പറയുന്നത്. അവൻ്റെ സ്ഥാനവും പദവിയും പരിശുദ്ധിയും ശ്രേഷ്ഠതയും ഇവർ ചേർത്ത് പറയുന്നതിലേക്ക് ഒട്ടും ചേർന്നതല്ല. അത്യുന്നതമായ ഒരു സ്ഥാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത് എന്ന് അടിവരയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. 44-ാമത്തെ സൂക്തത്തിൽ തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിൻ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ യഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. 7 ആകാശങ്ങളും ഭൂലോകവും അവയിലുള്ളതൊക്കെയും അവൻ്റെ വിശുദ്ധി പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനെ സ്തുതിക്കുന്നതോടൊപ്പം
അവൻ്റെ വിശുദ്ധി പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കാത്ത ഒരു വസ്തുവുമില്ല. പക്ഷെ നിങ്ങൾ അവയുടെ പ്രകീർത്തനം ഗ്രഹിക്കുന്നില്ല. അവൻ വളരെ കനിവുള്ളവനും പൊറുക്കുന്നവനുമാകുന്നു എന്നതത്രേ യാഥാർത്ഥ്യം. അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന് ജൽപ്പിക്കുക, അള്ളാഹുവിൻ്റെ കൂടെ ഇതര ഇലാഹുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണെന്ന് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞ ഉടനെ തന്നെ സപ്തവാനങ്ങളും ഭൂലോകവും അവയിലുള്ളതൊക്കെയും അവൻ്റെ പരിശുദ്ധി പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. യുസബ്ബിഹു എന്നാൽ വിശുദ്ധി പ്രകീർത്തനം ചെയ്യുക എന്നർത്ഥമുണ്ട്. ഖുർആനിൽ നിരവധി തവണ ഇത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 7 ആകാശങ്ങളും ഭൂമി ലോകവും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അവയിലുള്ളതൊക്കെയും അവനെ തസ്ബീഹ് ചെയ്യുന്നു എന്നും പറയുന്നു. അതിൻ്റെ ഉദ്ദേശം മലക്കുകളും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട വിശ്വാസികളുമാണെന്ന് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അവർക്ക് പുറമെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും അവൻ്റെ വഹ്ദാനിയത്തും റുബൂബിയത്തും ഉലൂഹിയത്തും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം അവയെല്ലാം അവന് റബ്ബാണെന്നും ഇലാഹാണെന്നും ഏകനാണെന്നും സാക്ഷ്യം വഹിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മൻ എന്ന വാക്ക് സാധാരണഗതിയിൽ ബുദ്ധിയുള്ളവർക്ക് ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ദേശം മലക്കുകളും ജിന്നുകളും ഇൻസുകളുമാണെന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെടുന്നു. ജീവനുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൻ ആകാശങ്ങളോട് ചേർത്ത് പറഞ്ഞതിനാൽ മലക്കുകളും ജിന്നുകളുമല്ലാത്ത വേറെയും ജീവജാലങ്ങൾ ഉപരിലോകത്ത് ഉണ്ടാകാമെന്ന സൂചനയും ഈ ആയത്തിൽ നിന്നു കിട്ടുന്നു എന്ന് പറഞ്ഞ വേറെയും പണ്ഡിതന്മാർ ഉണ്ട്. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ വിശുദ്ധി പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് തുടർന്ന് പറഞ്ഞതിൽ നിന്ന് മറ്റൊരു ആശയം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ എല്ലാ സൃഷ്ടിയും ഒരു സ്രഷ്ടാവിനെ സാക്ഷ്യം വഹിക്കുന്നു. ആകാശഭൂമികൾ ആ ഇനത്തിൽപ്പെടുന്നു. അള്ളാഹു ഉണ്ടെന്നതിന് അവ വഹിക്കുന്ന സാക്ഷ്യം തന്നെയാണ് അവയുടെ തസ്ബീഹ്, അഥവാ ആകാശഭൂമികളുടെ തസ്ബീഹ് ആ സാക്ഷ്യം തന്നെയാണെന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ജീവനുള്ള മറ്റു സൃഷ്ടികൾ അവയുടെ ഭാഷയിൽ ശരിയായ രീതിയിൽ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയും വിശുദ്ധി പ്രകീർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അത് മനുഷ്യർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കില്ല എന്നും വേണമെങ്കിൽ അർത്ഥം പറയാം. സത്യനിഷേധികൾക്ക് അതിലൊന്നുമുള്ള ഹിക്മത്തുകൾ തിരിയുകയില്ല എന്നൊരർത്ഥവും അതിനാകാമെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ജീവനുള്ളവ ശരിയായ അർത്ഥത്തിലും അല്ലാത്ത വസ്തുക്കൾ സൂചന അർത്ഥത്തിലും അഥവാ സാക്ഷ്യം എന്ന നിലക്കും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മരങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, തൂണുകൾ തസ്ബീഹ് ചൊല്ലുന്നില്ല എന്ന ഇക്രിമയുടെ അഭിപ്രായവും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാ ചരാചരങ്ങളും സൃഷ്ടികളും അവയുടെ സമ്പൂർണ്ണ ആസ്തിക്യത്തിലൂടെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് സൃഷ്ടിനാഥൻ അന്യൂനനാണെന്നും ദിവ്യത്വത്തിൽ പങ്കാളിത്തമില്ലാത്ത പരിശുദ്ധനാണെന്നും ഉള്ള കാര്യം എല്ലാ സൃഷ്ടികളും ഒരുപോലെ സാക്ഷ്യം വഹിക്കുന്നു. ഈ സ്തുതികളും പ്രകീർത്തനങ്ങൾക്കും അവൻ അർഹനാണെന്ന് അവയൊക്കെ വിളിച്ചു പറയുന്നുണ്ടെന്നുകൂടി തഫ്ഹീമുൽ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഒടുവിൽ സ്ഥാപിക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് തന്നെയാണ്. തെളിവായി ഉദ്ധരിക്കുന്നത് സൂറത്ത് സ്വാദിലെ 18-ാം സൂക്തത്തിൽ പർവ്വതങ്ങൾ ദാവൂദ് അലൈഹിസ്സലാമയുടെ കൂടെ രാവിലെയും വൈകിട്ടും സങ്കീർത്തനം ചെയ്യാറുണ്ടായിരുന്നു എന്ന കാര്യമാണ് അദ്ദേഹം തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. റബ്ബിനോടുള്ള ഹംദും തസ്ബീഹും വിക്റുകളും വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യങ്ങളും വിശദീകരിക്കുന്ന ധാരാളം പ്രവാചക വചനങ്ങൾ ഉണ്ടല്ലോ. അതെല്ലാം ഇക്കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രചോദനമാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം തസ്ബീഹുകൾ കൊണ്ട്, തക്ബീറുകൾ കൊണ്ട്, തഹ്ലീലുകൾ കൊണ്ട്, തജ്ലീലുകൾ കൊണ്ട്, തഹ്മീദുകൾ കൊണ്ട്, ഔറാദുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട് ധന്യമാകേണ്ടതുണ്ട്. ഇത് വലിയ സമാധാനം നമുക്ക് നൽകും. നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ടതാണ് ഓരോ സെക്കൻഡുകളിലുമുള്ള ഈ തസ്ബീഹുകളും ഈ തക്ബീറുകളും എന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കി ജീവിതത്തെ അതിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് പറയുന്നത് അള്ളാഹു വളരെ സഹനമുള്ളവനും പൊറത്തു കൊടുക്കുന്നവനുമാകുന്നു എന്നതാണ്. മനുഷ്യർ എത്ര മര്യാദ കെട്ടവനും നന്ദി കാണിക്കാത്തവരുമാണെങ്കിലും
അള്ളാഹു നിങ്ങളോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നവനല്ല, സഹനമുള്ളവനും ഏറെ പൊറത്തു തരുന്ന കാരുണ്യവാനുമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. പ്രകൃതിയിലെ സകലതും അവനെ സ്തുതിക്കുകയും പ്രകീർത്തനം ചെയ്യുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ധിക്കാരം കാണിക്കുകയും നിഷേധികളായി മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ റബ്ബ് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒന്നും തടയുന്നില്ല. നിങ്ങളുടെ ഒരു തസ്ബീഹ് കുറയുന്നത് കൊണ്ട് തടയുന്നില്ല എന്നല്ല, നിങ്ങൾക്ക് സന്മാർഗം എത്തിക്കുന്നിടത്തും അള്ളാഹു യാതൊരു തടസ്സവും നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം നൽകുന്നു. നിങ്ങൾ മടങ്ങാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു എല്ലാം പൊറത്തു തരാനും തയ്യാറാണ് എന്നിവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. 45-ാമത്തെ സൂക്തത്തിൽ വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ താങ്കൾക്കും പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കുമിടയിൽ നാം ഒരു അദൃശ്യമായ മറയിടുന്നു എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുർആനിലൂടെ ജനങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് സന്മാർഗവും വിശ്വാസവും ഉത്ബോധനങ്ങളും നന്മകളുമാണ്. എന്നാൽ അതൊന്നും സ്വീകരിക്കാൻ പരലോക വിശ്വാസമില്ലാത്തവർ തയ്യാറല്ല. അത്തരക്കാർക്കുള്ള ശിക്ഷയായിട്ടാണ് ഇവിടെ പ്രവാചകനും അവർക്കുമിടയിൽ ഒരു അദൃശ്യ മറയിടുന്നു എന്ന് പറയുന്നത്. ഈ മറ പ്രവാചകനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സത്യനിഷേധികൾക്ക് ചില ഘട്ടത്തിൽ പ്രവാചകനെ കാണാൻ കഴിയാതിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. മറ്റു ചിലർ ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സത്യനിഷേധികൾക്ക് ഖുർആനിൽ പറയുന്ന പരലോക വിശ്വാസം ഇല്ലാത്തതിനാൽ സത്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരെ തടയുന്ന ഒരു ഹൃദയമറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുമെന്ന് അവർ പറയുന്നു. ഇതിൻ്റെ ഉദ്ദേശം അതാണെന്നാണ് അവർ വിശദീകരിക്കുന്നത്. അഥവാ അവർക്കിനി കാര്യങ്ങൾ ഗ്രഹിക്കാനോ ഖുർആനിൽ നിന്ന് ഉപകാരങ്ങൾ തേടാനോ സാധിക്കാത്ത ഒരവസ്ഥ വരും. പരലോകത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ സ്വാഭാവിക ഫലമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിന് മൂടി വീഴുക എന്നത്. ഐഹിക ജീവിതത്തിൽ മാത്രം കണ്ണും ഹൃദയവും ഉടക്കിപ്പോകുന്നവർക്ക് ഖുർആൻ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവില്ല. മനഃശാസ്ത്രപരമായി തന്നെ ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 46-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫി ആദാനിഹിം വഖറ വഇദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറ. അത് ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകൾക്ക് മൂടിയിടുന്നു, അവരുടെ കാതുകൾക്കും അടപ്പിടുന്നു. താങ്കൾ ഖുർആനിൽ ഏകനായ റബ്ബിനെ മാത്രം പ്രസ്താവിക്കുമ്പോൾ അവർ നീരസത്തോടെ പിന്തിരിഞ്ഞു പോകുന്നു എന്ന്. സൂറ ഹാമീം അസ്സജദയിലെ 5-ാം സൂക്തം ഇങ്ങനെയാണ്. അവർ പറയുന്നു, നീ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശത്തിനു നേരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അടച്ചു മൂടപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ കാതുകളും ബധിരമാകുന്നു, ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു മറവീണിരിക്കുന്നു. നീ നിന്റെ പണി ചെയ്യുക, ഞങ്ങളുടെ പണി ഞങ്ങളും ചെയ്തു കൊള്ളാം. മക്കയിലെ സത്യനിഷേധികളുടെ ഇതേ വാക്കുകൾ അള്ളാഹു അവർക്ക് തന്നെ തിരിച്ചു നൽകിയിരിക്കുകയാണ് ഈ ആയത്തിലൂടെ എന്നാണ് തഫീമുൽ ഖുർആനിൽ സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി നിരീക്ഷിക്കുന്നത്. ഹൃദയങ്ങളെ മൂടിക്കളഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഉദ്ദേശം ഖുർആൻ മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു എന്നാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അൽ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ ഖിനാൻ എന്നതിൻ്റെ അഥവാ മൂടി അതിൻ്റെ ബഹുവചനമാണ് അക്കിന്നത്ത് അഥവാ മൂടികൾ. ധാരാളം മൂടികൾ എന്ന ശൈലിയിൽ നിന്ന് ഒരു വിധേനയും ഇനി അവർക്ക് സത്യം മനസ്സിലാവില്ല എന്ന ശക്തമായ ഒരു രീതിയാണ് അള്ളാഹു സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാതുകൾക്ക് അടപ്പുകൾ ഇടുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഉദ്ദേശം ഖുർആനിൽ നിന്ന് ഇനി ഒന്നും കേട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുമാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഖുർആൻ പലയിടത്തായി ഇക്കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവരുടെ നിലപാട് അതായിരുന്നെന്നും അവർ സ്വയം ഒരു നന്മയായി ഘോഷിക്കുന്ന കാര്യം പ്രകൃതിയാ തന്നെ അവരെ ബാധിച്ച ഒരു ശാപമാണെന്നും അത് അവർക്ക് ശിക്ഷയായി ലഭിച്ചിരിക്കുകയാണെന്നും ഉറപ്പിച്ച് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്നത്. ഹൃദയങ്ങൾക്ക് മൂടികൾ വീഴുകയും കാതുകൾക്ക് അടപ്പുകൾ ഇടുകയും ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് വിശ്വാസികൾ ജാഗ്രത പാലിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പോകുന്നില്ലെങ്കിൽ ഒരു പരിധിവരെ അള്ളാഹു കാത്തിരിക്കുകയുള്ളൂ. പിന്നെ ഹൃദയങ്ങൾ അടക്കും, കാതുകൾക്ക് അടപ്പിടും. ഇത്തരം അവസ്ഥയിൽ നിന്ന് ഒരിക്കലും വിശ്വാസികൾ എത്താൻ പാടില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായ റബ്ബിനെ മാത്രം പ്രസ്താവിക്കുമ്പോൾ അവർക്കത് നീരസമുണ്ടാകുന്നു, അവർ പിന്തിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർക്കത് ഒട്ടും സഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഉത്ബോധനം കേൾപ്പിക്കപ്പെട്ടപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനത ചെയ്തത് ചെവിയിൽ വിരലുകൾ തിരുകുക, മുഖത്ത് മുണ്ടിടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ദൈവങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലത് പറയണമെന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ അജണ്ടകളും പൊളിഞ്ഞു പോവുകയാണ്. പിന്നെ പിന്തിരിഞ്ഞോടുകയല്ലാതെ അവർക്ക് നിവൃത്തിയില്ല. ഏത് ശൈത്താനും ഈ കലിമത്തു തൗഹീദ് കേട്ടാൽ പിന്തിരിഞ്ഞോടും എന്നതൊരു സത്യമാണ്. നീരസത്തോടെയാണ് അവരിങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത് എന്നും ഖുർആൻ ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സന്ദേശം, ഖുർആനിൻ്റെ സന്ദേശം കേൾക്കാതിരിക്കാനും അതിൽ നീരസം കാണിക്കാനും പിന്തിരിഞ്ഞോടാനുമുള്ള ഒരു മനസ്ഥിതി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, അത് ഇന്നുമുണ്ട്. അത്തരക്കാരെ വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണമെന്നു കൂടിയുള്ള ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.